ആരാ? അറിയാൻ പാടില്ലല്ലോ. ആ എല്ലാരും സേഫ് ആണോ? മഴയൊക്കെ ഉണ്ടോ? Okay, good morning to all. Good morning, ma'am.
ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നേ? അല്ലെ? ഓക്കെ, ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചിരുന്നത്. ഡയാലിസിസ് സർവീസസ് ആണ്. ഇതിൽ എന്തൊക്കെയാ പഠിച്ചേ കഴിഞ്ഞ ക്ലാസ്സില്? ഏതൊക്കെ ടൈപ്പാ പഠിച്ചത്? ഡയാലിസിസ് 2 ടൈപ്പ് പഠിച്ചില്ലേ? ഏതൊക്കെയായിരുന്നു? ഡയാലിസിസ്, ഹീമോഡയാലിസിസും പെരിറ്റോണിയം. 2 ടൈപ്പ് നമ്മൾ പഠിച്ചു അല്ലെ? അതിൽ ഹീമോഡയാലിസിസിൽ വരുന്ന മേജർ ആയിട്ടുള്ള വാസ്കുലർ സൈറ്റ്സ് ഏതൊക്കെയായിരുന്നു? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കത്തീഡ്രൽ. ഓക്കെ, വെരി ഗുഡ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെരിറ്റോണിയൽ ഡയാലിസിസ് എന്തായിരുന്നു? പെരിറ്റോണിയൽ ഡയാലിസിന്റെ പ്രത്യേകത? ബോഡിയുടെ അകത്ത് തന്നെ വെച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ബോഡിയുടെ അകത്ത് തന്നെയാണ് അവിടെ ഫിൽട്രേഷനും എന്താണ് വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യുന്നത്. അവിടെ എന്താണ്, എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ഏത് ഭാഗത്താണ് ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നത്? നമ്മള് ബെല്ലി ഏരിയ അല്ലെങ്കിൽ അബ്ഡോമിനൽ അല്ലെ? അവിടെ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ? ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പെരിറ്റോണിയം. പെരിറ്റോണിയം, വെരി ഗുഡ്. പെരിറ്റോണിയം ആണ് അല്ലെ? അതായത് ആ ഒരു ബെല്ലി ഏരിയയിലുള്ള ലൈനിങ് ആണ് അല്ലെ? അവിടെയുള്ള ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ഥലമാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. ആ പെരിറ്റോണിയം ആണ് അവിടെ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ എന്താണ്? വേറൊരു മിക്സർ ഓഫ് ഫ്ലൂയിഡ് നമ്മൾ പഠിച്ചില്ലേ? അവിടെ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്? ആ സൊല്യൂഷന്റെ പേരെന്താ? ഡയാലൈസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ഇനി അത് എന്ത് ചെയ്തു? എത്ര മണിക്കൂർ? കുറച്ച് മണിക്കൂറുകൾ വേണം അല്ലെ ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ആ കുറച്ച് മണിക്കൂറുകൾ ശേഷം എന്ത് ചെയ്യുന്നു? അതൊരു കത്തീറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഒരു പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ആ ഒരു ബെല്ലി ഏരിയയിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഡയാലിസിസ് ഉൾപ്പെടുന്ന ആ വേസ്റ്റുകളും എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ഡ്രെയിൻ ചെയ്ത് നമ്മൾ ആ വയറിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബെല്ലി ഏരിയയിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് ആ ഒരു സെയിം കത്തീറ്റർ ഉപയോഗിച്ച് തന്നെ ഡ്രെയിൻ ചെയ്ത് കളയുന്നു അല്ലെ? ഇത്രയുമാണ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസിനെ പറ്റി പഠിച്ചത്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്ന് ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസ് ആർ ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത് മൂന്നിന്റെയും ഷോർട്ട് ഫോംസും എക്സ്പാൻഡ് ഫോംസും ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചിരിക്കുക കേട്ടോ. 3 ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് ഫോംസും എക്സ്പാൻഡ് ഫോമും ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, ദാറ്റ് ഈസ് CAPD. ആദ്യത്തെ ഫസ്റ്റ് ടൈപ്പ് ആണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. That does not need a machine. ഇനി ഈ ഒരു കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPDക്ക് ഒരു മെഷീൻ ആവശ്യമില്ല. ഡയാലിസിസ് ചെയ്യാനായിട്ട് അവിടെ ഒരു മെഷീൻ ആവശ്യമില്ല. And exchanges can be done 3 to 5 times a day. അല്ലെ? 3 മുതൽ 5 ടൈം വരെ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു സെയിം പ്രോസസ്സ് ആ ഒരു വേസ്റ്റിന്റെയും അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡിന്റെ ഒക്കെ ആ ഒരു എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് ഒരു 3-5 പ്രാവശ്യം ആ ഒരു സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ്. അതായത് നമ്മൾ എണീക്കുന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3-5 പ്രാവശ്യമെങ്കിലും ആ ഒരു സെയിം പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു സെയിം എക്സ്ചേഞ്ച് അവിടെ ചെയ്യണം. ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പഠിക്കുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ 3 ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? അവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്കത് ബാക്കിയുള്ള ടൈപ്സ് പറയാൻ പറ്റൂ. അപ്പൊ എന്തായിരുന്നു പെരിറ്റോണിയൽ ഡയാലിസിസിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ആ ഒരു ബെല്ലി ഏരിയ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഏരിയയുടെ ലൈനിങ് ആണ് എന്ത്? പെരിറ്റോണിയം എന്ന് പറയുന്നത് അല്ലെ? ആ ഒരു പെരിറ്റോണിയം ആണ് അവിടെ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി അല്ലെ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തുകൊണ്ട് അതുവഴി എന്ത് ചെയ്യുന്നു?
ഡയലസേറ്റ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ ആ അബ്ഡോമിനൽ ഏരിയയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അല്ലെ, ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് കുറച്ച് എന്താണ് ഒരു 3, 4, 5 മണിക്കൂറുകൾക്ക് ശേഷം അല്ലെ, അല്ലെങ്കിൽ 1, 2, 3 മണിക്കൂർ, മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, അതൊരു മാഗ്നറ്റ്, ഡയലസേറ്റ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് എന്തിനെ ബ്ലഡ് ആ ഭാഗത്തു കൂടെ പോകുന്ന ബ്ലഡ് വെസൽസിൽ നിന്നും എന്ത് ചെയ്യുന്നു, ബ്ലഡിലുള്ള വേസ്റ്റസോ എക്സ്ട്രാ ഫ്ലൂയിഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഫ്ലൂയിഡിൽ, ഈ ഒരു ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു വലിയ ഏരിയയിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഈ ഒരു 2, 3 മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു ഫ്ലൂയിഡിൽ എന്തൊക്കെ ഉണ്ടാവും, ആ ഒരു മിക്സ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവും, ഡയലസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ബ്ലഡിൽ നിന്ന് വന്നിരിക്കുന്ന എന്തുണ്ടാവും, ആ ഒരു വേസ്റ്റും എക്സ്ട്രാ മെറ്റീരിയൽസ് അല്ലെ, എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു അല്ലെ, സെയിം കത്തീറ്റർ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു കഴിയുന്നു. അപ്പൊ ഇവിടെ CAPD-യിലും ഇത് തന്നെയാണ്. അവിടെ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നില്ല, മറിച്ച് ഈ ഒരു സെയിം പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, 3, 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ദിവസത്തില് 3, 5 പ്രാവശ്യം. അത് ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് 3 ചിലർക്ക് 3 പ്രാവശ്യം ചെയ്താൽ മതിയാവും, ചിലർക്ക് ചിലപ്പോൾ 5 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഈ ഒരു എന്താണ് ബോഡിയിൽ എത്രത്തോളം വേസ്റ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു പ്രൊസീജിയർ എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ 3, 5 പ്രാവശ്യമൊക്കെ ഈ ഒരു സെയിം എക്സ്ചേഞ്ച് പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ ആ ഒരു വേക്കിംഗ് അവേഴ്സിൽ, നമ്മൾ ആ ഒരു ഉണർന്നിരിക്കുന്ന ആ ഒരു ടൈമിൽ. ക്ലിയർ ആയോ? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ ടൈപ്പ് നോക്കി, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് വൺ ഏതായിരുന്നു, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CAPD എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് ആണ് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. നിങ്ങൾ ഇത് മാറിപ്പോവരുത്, വളരെ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളൂ കേട്ടോ. CCPD-യിൽ needs the use of a particular dialysis machine that can be used in the home. അപ്പൊ ഈ കണ്ടിന്യൂസ് അല്ലെങ്കിൽ CAPD-യിൽ അവിടെ ഒരു മെഷീൻ ആവശ്യമായിട്ട് വന്നിരുന്നില്ല. എന്നാൽ CCPD-യുടെ കേസ് വരുമ്പോ അവിടെ എന്താണ്, ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക ഡയാലിസിസ് മെഷീൻ ആവശ്യമാണ്. അത് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, നമ്മുടെ ഹോമില്, നമ്മുടെ വീട്ടില് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക ഒരു ഡയാലിസിസ് മെഷീൻ ആവശ്യമാണ് CCPD-ക്ക്. This type of dialysis is performed automatically when the patient is sleeping. ഈ ഒരു പ്രൊസീജിയർ എപ്പോഴാണ്, പേഷ്യൻസ് സ്ലീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡയാലിസിസ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്, പേഷ്യൻസ് ഉറങ്ങുകയാണെങ്കിൽ കൂടിയും അവിടെ എന്ത് നടക്കുന്നുണ്ട്, ആ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ഡയാലിസിസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേറൊരാളുടെയും സപ്പോർട്ട് ആവശ്യമില്ല. ഈ ഒരു മെഷീൻ എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഏതൊക്കെ ടൈമിൽ റിപ്പീറ്റ് ചെയ്യണം, ഏതൊക്കെ ടൈമിലാണ് ഇത് സൊല്യൂഷൻ നമ്മുടെ ആ വലിയ ഏരിയയിലേക്ക് കൊടുക്കേണ്ടത്, അത് എത്ര പ്രാവശ്യത്വം കൊണ്ടാണ് അതൊന്ന് ഫില്ല് ചെയ്യേണ്ടത്, അതുപോലെ എപ്പോഴാണ് അത് ട്രെയിൻ ചെയ്ത് പുറത്തേക്ക് മാറ്റേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു മെഷീനാണ് ഈ CCPD-യിൽ യൂസ് ചെയ്യുന്ന ഒരു. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിങ്ങിൽ മറ്റു ആ പേഷ്യന്റിന് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ അതെന്ത് ചെയ്യുന്ന ആ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന അതിനനുസരിച്ച് തന്നെ ആ പ്രോഗ്രാംസ് വർക്ക് അവിടെ ചെയ്യും. എന്താണ്, പേഷ്യൻസ് സ്ലീപ്പ് ഉറങ്ങുന്ന സമയത്തും എന്താണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡയാലിസിസ് മെഷീൻ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് നോക്കിയേ, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD എന്നറിയപ്പെടുന്നു. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD uses the same type of machine as CCPD. CCPD-യിൽ യൂസ് ചെയ്ത ആ ഒരു സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ഇവിടെയും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. പക്ഷെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, കുറച്ച് ഷോർട്ട് ടൈമിൽ ഇപ്പൊ ആ ഒരു സ്ലീപ്പ് ചെയ്യുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ അത്രയും സമയം മാത്രമേ, ഇത് കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് ആ ഒരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും.
IPD can be done at home. അല്ലെ, IPD പ്രധാനമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം, ആ ഒരു മെഷീന്റെ സഹായത്തോടെ ഇത് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. പക്ഷെ ഇത് കൂടുതലും ഫലപ്രദമാകുന്നത് എവിടെ ചെയ്യുമ്പോഴാണ്? ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോഴാണ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് രണ്ട് ടൈപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സുരക്ഷിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. CAPD ആണെങ്കിൽ എങ്ങനെയാണ്? അവിടെ ഒരു മെഷീന്റെ സഹായം പോലും ആവശ്യമില്ല. ആ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ 3 or 5 പ്രാവശ്യം അവരുടെ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ സെയിം എക്സ്ചേഞ്ച് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ, നമ്മുടെ ആ ഒരു വെയിറ്റിംഗ് അവേഴ്സിൽ. ഇനി കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേക ഒരു ഡയാലിസിസ് മെഷീൻ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്നത്. ഇനി അവിടെ എങ്ങനെയാണ് ആ ഒരു ഡയാലിസിസ് പെർഫോം ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി ആ ഒരു മെഷീൻ പെർഫോം ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് സ്ലീപ്പ് പെനിൽ ഉറങ്ങുന്ന സമയത്ത് ഡയാലിസിസ് മെഷീൻസ് എന്ത് ചെയ്യുന്നു? ആ ഒരു പേഷ്യന്റിനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാത്ത രീതിയിൽ പ്രോഗ്രാംസ് നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡയാലിസിസ് പ്രൊസീജിയർ, പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യും. മൂന്നാമത്തേതാണ് പറഞ്ഞത് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD എന്ന് പറഞ്ഞു. ആ IPD എന്താണ്? അവിടെ CCPD യൂസ് ചെയ്ത ആ ഒരു സെയിം മെഷീൻ തന്നെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. മറ്റത് കുറച്ച് ഷോർട്ട് ടേം ആണെങ്കിൽ ഇതെന്താണ്? നമുക്കൊരു ലോങ്ങർ ആയിട്ട് ഈ ഒരു മെഷീന് ഉപയോഗിച്ചുകൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. Then IPD can be done at home. ഇനി IPD നമുക്ക് വീട്ടിലും ചെയ്യാം, എന്നാൽ കൂടുതലായിട്ടും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഫലപ്രദമാകുന്നത് എവിടെ ചെയ്യുമ്പോഴാണ്? പ്രധാനമായിട്ടും ഹോസ്പിറ്റലുകളിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. The supplies and equipment needed, duration of each treatment, also known as exchange, and number of treatments per day may differ relying on the type of PD you are using and your medical condition. അല്ലെ, എത്രത്തോളം സപ്ലൈസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സപ്ലൈസ് അല്ലെങ്കിൽ സാധനങ്ങൾ ആവശ്യമാണ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആവശ്യമാണ്, അതുപോലെ ഓരോ ട്രീറ്റ്മെന്റിന്റെയും ഡ്യൂറേഷൻ എത്ര നാൾ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ ഒരു ദിവസം തന്നെ ഈ സെയിം പ്രൊസീജിയർ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും? ആ ഒരു പേഷ്യന്റിനെ മെഡിക്കൽ കണ്ടീഷനും അതുപോലെ തന്നെ ഏത് പീരിയഡിൽ ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എത്ര സപ്ലൈസ് അവിടെ, എത്ര സാധനങ്ങൾ അവർക്ക് അതിനാവശ്യമായിട്ട് വേണ്ടി വരും, ഏതൊക്കെ എക്യുപ്മെന്റ്സ് അതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടി വരും, അതുപോലെ എത്ര നാൾ അവർ ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ആ സെയിം ട്രീറ്റ്മെന്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനും അവർക്ക് അതിനനുസരിച്ചുള്ള ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും, അല്ലെ. ഓരോ പേഷ്യൻസിനും വ്യത്യാസമായിരിക്കും. ഓരോ പേഷ്യന്റിനെയും അവരുടെ ആ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഇതിൽ ഈ 3 ഏത് ടൈപ്പാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് വരുന്നത് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഏത് ടൈപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യണം, അതിനനുസരിച്ചായിരിക്കും അവിടെ എത്ര നമ്പർ ചെയ്യണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് വേണം, അതുപോലെ എത്ര നാൾ ഇവരതൊന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഡ്യൂറേഷൻ എത്ര നാൾ വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പെരിറ്റോണിയൽ ഡയാലിസിസിന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ 3 ടൈപ്പാണ് പഠിച്ചത്. പെരിറ്റോണിയൽ ഡയാലിസിസിൽ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, ദാറ്റ് ഈസ് CAPD. രണ്ടാമത്തേത് ഏതായിരുന്നു? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, ദാറ്റ് ഈസ് CCPD. ആൻഡ് ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, ദാറ്റ് ഈസ് IPD. അല്ല, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്തായിരുന്നു? അവിടെ ഒരു മെഷീൻ ആവശ്യമില്ല, ആ എക്സ്ചേഞ്ച് പ്രോസസ്സ്, അല്ലെ, അവിടെ ആ വെസ്റ്റും മറ്റ് എക്സ്ട്രാ ഫ്ലൂയിഡ്സിന്റെ ആ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ്, ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആ ഒരു പ്രോസസ്സ് എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും എന്നതാണ് ഇവിടെ പറയുന്നത്. 3 മുതൽ 5 പ്രാവശ്യം വരെ ഒരു ദിവസം, അല്ലെ, ഒരു വെയിറ്റിംഗ് അവേഴ്സിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തീരുമാനിക്കും. ഒന്നില്ലെങ്കിൽ 3 മുതൽ 5 വരെ ടൈമില് എത്ര വേണമെങ്കിലും അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം വരാം കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് എന്തായിരുന്നു? സൈക്ലിക് കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ CCPD. ഇവിടെ ഒരു ഹോമില് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേക തരം ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്തുന്നത്. ഇനി അതെങ്ങനെയാണ്? ആ ഒരു ഡയാലിസിസ് ഓട്ടോമാറ്റിക്കലി പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് ആ മെഷീനിൽ നമുക്ക് പ്രോഗ്രാംസ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പേഷ്യന്റിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ ആ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യാം, ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും.
നെക്സ്റ്റ് തേർഡ് ടൈപ്പ് വന്നത് എന്താ, ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ IPD എന്ന് പറയുന്നത്. അതിൽ എന്താണ്, ആ CCPD യൂസ് ചെയ്ത സെയിം മെഷീൻ തന്നെ ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ ഇത് കുറച്ചും കൂടി എന്താണ്, ലോങ്ങർ ആണ് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടി സമയം കൺസ്യൂമിങ് ആണ്. IPD നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെയ്യുക തന്നെയാണ്. ഇനി ഇവിടുത്തെ ആ ഒരു സപ്ലൈസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എത്രത്തോളം വേണം, അതുപോലെ എത്ര നാൾ ആ ഒരു ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ എത്ര നാൾ വേണം, അതുപോലെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് ഒരു പെർ ഡേ, ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്പേഴ്സ് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച്, അതുപോലെ തന്നെ ഏത് പീരിയഡ് അല്ലെങ്കിൽ ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് അവർ ചെയ്യുന്നത് എന്നതിന്റെ ബേസിസിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, തേർഡ് ടൈപ്പ് ആണ് കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെ. നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പഠിക്കുന്നത് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഏതായിരുന്നു, ഹീമോ ഡയാലിസിസ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ഏതായിരുന്നു ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഹീമോ ഡയാലിസിസ്. സെക്കൻഡ് വൺ ഏതായിരുന്നു നമ്മൾ സെക്കൻഡ് വൺ പഠിച്ചത്? സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡയാലിസിസ്, യെസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിരുന്നു അല്ലെ. അപ്പൊ സെക്കൻഡ് ടൈപ്പ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് പഠിച്ചത്. തേർഡ് ടൈപ്പ് ആണ് കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, ദാറ്റ് ഈസ് CRRT. ഇപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എന്താണ് CRRT എന്ന് ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിലോ അതിന്റെ ഷോർട്ട് ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഒരു എക്സ്പാൻഡഡ് ഫോം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ദിസ് തെറാപ്പി ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ദ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? അതിനെ നമുക്ക് എന്താണ് ഷോർട്ട് ചെയ്ത് വിളിക്കാൻ പറ്റുന്നത്? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേം തന്നെയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICU അല്ലെ, യെസ്, ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഫോർ പീപ്പിൾ വിത്ത് സിവിയർ കിഡ്നി ഫെയിലിയർ അല്ലെ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ CRRT എന്ന് പറയുന്നത് ഒരു നൂതനമായിട്ടുള്ള ഒരു ഡയാലിസിസ് പ്രക്രിയയാണ്. പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഡയാലിസിസ് പ്രക്രിയയാണ് ഇത്. പ്രധാനമായിട്ടും ഹീമോ ഡയാലിസിസോ അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസോ ഒന്നും ചെയ്യാൻ പറ്റാത്ത വരുന്ന ഒരു പേഷ്യൻസ്, അപ്പൊ അവര് എവിടെ കിടക്കുന്നവരായിരിക്കും? ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിൽ അല്ലെങ്കിൽ ICUവില് സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ സംഭവിച്ച് കിടക്കുന്നവർ. ഇത് വളരെ അത്യാവശ്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു ട്രീറ്റ്മെന്റ് കിട്ടേണ്ടതായിട്ട് വരുന്ന ICUവിൽ കിടക്കുന്ന പേഷ്യൻസിനാണ് നമ്മൾ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു തെറാപ്പി ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീമോ ഫിൽട്രേഷൻ. ഈ CRRT-നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു, എന്താണ്? ഹീമോ ഫിൽട്രേഷൻ. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഹീമോ ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്ന ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാണ്? ഹീമോ ഫിൽട്രേഷൻ എന്നറിയപ്പെടുന്ന ടൈപ്പ് ഓഫ് ഡയാലിസിസ് CRRT ആണ് അല്ലെ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആണ് ഹീമോ ഫിൽട്രേഷൻ എന്ന് കൂടി അറിയപ്പെടുന്ന ഒരു എന്താണ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത്. And a machine passes the blood through a tube. ഇനി ഇവിടെ ആ പ്രൊസീജിയർ ആണ് പറയുന്നത്. അതായത് ആ ഒരു മെഷീൻ ഉണ്ട്, ഇതിനും ഒരു മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആ മെഷീനിലോട്ട് ഒരു ട്യൂബ് ഘടിപ്പിച്ചിട്ട് എന്താണ്, ബ്ലഡ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു ട്യൂബിനുള്ളിൽ കൂടെ നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു മെഷീനിലേക്ക് കൊടുക്കുന്നു. ഇറ്റ് ഫിൽറ്റേഴ്സ് എന്നാണോ, ഇവിടെ A അല്ല ഇറ്റ് എന്നായിക്കണോ കേട്ടോ, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ് ഫിൽറ്റേഴ്സ് then eliminate waste products and water. അതിനുശേഷം എന്ത് ചെയ്യും, ആ ബ്ലഡ് ആ ഒരു മെഷീനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, ആ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് വേസ്റ്റ് പ്രൊഡക്ട്സും എക്സ്ട്രാ ഫ്ലൂയിഡോ അല്ലെങ്കിൽ വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. The blood is returned to the body അല്ലെ. പിന്നീട് ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ടു ദ ബോഡി, ബോഡിയിലേക്ക് തിരിച്ചു കയറുന്നു ടുഗദർ വിത്ത് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ്. ആ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിനെ എന്ത് ചെയ്യണം, ഫിൽറ്റർ ചെയ്യാനായിട്ട് എളുപ്പമാക്കുന്നതിന് സഹായിക്കുന്ന ഫ്ലൂയിഡ്സ് ആണ് റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുകൾ എന്ന് പറയുന്നത്. ആ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡോട് കൂടി തന്നെ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്യൂരിഫൈഡ് ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുത്ത ആ ഒരു ബ്ലഡിനെ ആ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റുന്നു. ആ സെയിം പ്രൊസീജിയർ, ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ദിസ് പ്രൊസീജിയർ ഇസ് ഡിസ്ചാർജ് 12 to 24 hours a day, നോർമലി എവരി ഡേ. എന്താണ് ഈ ഒരു പ്രൊസീജിയർ കുറച്ച് ടൈം മാത്രമല്ല ചെയ്യുന്നത്,
12 മുതൽ 24 മണിക്കൂർ വരെയും, അല്ലെങ്കിൽ എന്താണ് നോർമലി എല്ലാ ദിവസവും ഈ ഒരു പ്രൊസീജിയേഴ്സ് ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നോർമൽ ആയിട്ട് ഒരു ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് 3-4 മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ആ ഒരു പ്രൊസീജിയർ കഴിയും. അതുപോലെ തന്നെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. കുറച്ച് മണിക്കൂറുകളാണ് അവിടെ ആ പ്രൊസീജിയർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. എന്നാൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്ന ആ ഒരു മെത്തേഡില് ആ ഒരു തെറാപ്പി ചെയ്യുമ്പോൾ 12 മുതൽ 24 മണിക്കൂർ വരെ, അതായത് നോർമൽ ഒരു ദിവസം അല്ലെ, എല്ലാ ദിവസവും 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസമായില്ലേ, ആ എല്ലാ ദിവസവും എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡയാലിസിസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ CRRT എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റില് സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ അനുഭവിച്ച് കിടക്കുന്നവരായിരിക്കും. ഇനി ഇങ്ങനെ സിവിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ ഉള്ളവരെന്ന് പറയുന്നത് അവർ കാലങ്ങളോളം ആ ഒരു കിഡ്നി ഫെയിലിയർ ഫേസ് ചെയ്ത് വന്നവരായിരിക്കില്ല. മറിച്ച് എന്താണ്, നമ്മൾ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ, റീനൽ ഫെയിലിയർ പഠിച്ചില്ലേ? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്തായിരുന്നു? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്തായിരുന്നു? അക്യൂട്ട് റീനൽ ഫെയിലിയർ നമ്മൾ പഠിച്ച കാര്യമാണ്. എങ്ങനെയുള്ളതായിരുന്നു അവരുടെ ആ ഒരു കണ്ടീഷൻ? അവർക്ക് എങ്ങനെയാണ് കാലങ്ങളോളം അവര് പെട്ടെന്നാണ്, യെസ് വെരി ഗുഡ്, പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ ആയിട്ട് വരുന്ന ഒരു കിഡ്നി ഫെയിലിയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെയുള്ള പേഷ്യൻസും അങ്ങനെ തന്നെയാണ്. അതായത് അവർക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളുമായിട്ട് വന്നവരായിരിക്കാം. അപ്പൊ അവരുടെ കണ്ടീഷൻ കുറച്ച് ഓൾറെഡി മോശമായിട്ടിരിക്കും. അതിനുശേഷം അതെന്താണ്, വല്ല ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിലോ എലിപ്പനി, ഡെങ്കിപ്പനി അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോ എന്താണ്, പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഹൃദയത്തിന് അല്ലെങ്കിൽ ആ ഒരു കിഡ്നിയുടെ ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്നു, പെട്ടെന്ന്. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഈ ICUവിൽ, അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ CRRT കൊടുക്കുന്നത്, അക്യൂട്ട് ആയിട്ടുള്ള റീനൽ ഫെയിലിയർ സംഭവിച്ച പേഷ്യൻസിന്. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് ഓൾറെഡി മറ്റു രോഗങ്ങളുണ്ട് അല്ലെ, മറ്റു രോഗങ്ങളുടെ സിവിയറിറ്റിയിൽ അനുഭവിക്കുന്നവരായിരിക്കും. പക്ഷെ അവരുടെ ആ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കിഡ്നിയുടെ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നിയുടെ ആ ഒരു പ്രവർത്തനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വീക്ക് ആയിരിക്കും അല്ലെ. അവർക്ക് ഇപ്പൊ ഹീമോ ഡയാലിസിസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനോ ഒക്കെ അവർക്ക് അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ആ ഒരു ഹെൽത്തി കണ്ടീഷൻ അവർക്ക് ഉണ്ടായിരിക്കില്ല അല്ലെ. വളരെ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ, കാരണം പലതരത്തിലുള്ള രോഗങ്ങളല്ലേ അവർക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനുള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഹീമോ ഡയാലിസിസ് ആയിക്കോട്ടെ പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് അത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ ബോഡിയിൽ നിന്ന് ബ്ലഡ് വലിക്കുന്നതിന്റെ ആ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. പെട്ടെന്ന് സ്പീഡിലായിരിക്കും ആ ഒരു പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ നടത്താനായിട്ട് ഇവർക്ക് അതിനുള്ള എന്താണ് ഹെൽത്തി കണ്ടീഷൻ ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ബ്ലഡ് എന്താണ് ബോഡിയിൽ നിന്ന് എടുക്കുന്നതും തിരിച്ചത് ഫിൽറ്റർ ചെയ്ത് കയറ്റുന്നതും വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ 12 മുതൽ 24 മണിക്കൂർ വരെ, ചിലപ്പോൾ ഒരു ദിവസം തന്നെ ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ ദിവസവും അത്രയും ടൈം എടുത്തുകൊണ്ട് മാത്രമേ ഇവരുടെ ആ ഒരു കിഡ്നിയുടെ ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ വേസ്റ്റിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് അത്രയും സമയം എടുക്കും. പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് എന്താണ്, അവരുടെ ആ ഒരു ഹെൽത്തി കണ്ടീഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് നമുക്ക് ആ ഒരു പ്രോസസ്സ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഈ CRRT റെക്കമെൻഡ് ചെയ്യുന്നത് ഡോക്ടേഴ്സ്. ഇപ്പൊ ക്ലിയർ ആയോ? CRRT എന്താണ്? CRRT എന്ന് പറയുന്നത് ഒരു നൂതനമായിട്ടുള്ള ഒരു ഡയാലിസിസ് പ്രക്രിയയാണ്. എപ്പോഴും അത് അക്യൂട്ട് റീനൽ ഫെയിലിയർ സംഭവിച്ച പെട്ടെന്ന് എന്താണ്, അവരുടെ മറ്റു രോഗങ്ങളുടെ ഭാഗമായിട്ട് പെട്ടെന്നാണ് അവർക്ക് ഒരു കിഡ്നി ഫെയിലിയർ ഉണ്ടായിരിക്കുന്നത് എങ്കിൽ അപ്പൊ അവരെങ്ങനെയായിരിക്കും, ICUയിൽ ഓൾറെഡി ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന പേഷ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അവർക്ക് മറ്റു രോഗങ്ങളായിട്ട് അവർ സിവിയർ ആയിട്ട് കിടക്കുകയാണ്, അതോടൊപ്പമാണ് ഈ ഒരു കണ്ടീഷനും കൂടി വരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഹെൽത്തി കണ്ടീഷൻ എങ്ങനെയാണ്, മറ്റ് 2 ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് ആയിക്കോട്ടെ പെരിറ്റോണിയൽ ഡയാലിസിസ് ആയിക്കോട്ടെ, ഇത് രണ്ടും ചെയ്യാനായിട്ട് അവർക്ക് എന്താണ് 4-5 മണിക്കൂറുകളാണ് മറ്റതിന് മതിയാവും. പക്ഷെ അപ്പൊ അവിടെ എന്താണ്, ബ്ലഡ് എടുക്കുന്നതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും അല്ലെ. കുറച്ച് ഹൈ റേറ്റിലുള്ള ഫ്ലോയിലുള്ള ബ്ലഡ് നമുക്ക് അവരുടെ ബോഡിയിൽ നിന്ന് എടുക്കാനും പറ്റില്ല, തിരിച്ചു കയറ്റാനും പറ്റില്ല. കാരണം എന്താ, അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്താണ് അവരുടെ BP കുറഞ്ഞു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചധികം പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി സിവിയർ ആയിട്ടുള്ള കേസിൽ കിടക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഈ ഒരു
ഡയാലിസിസ് പ്രക്രിയ അവർക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് CRRT എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. സെയിം ഡയാലിസിസ് പ്രൊസീജിയേഴ്സ് തന്നെയാണ്, പക്ഷെ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. 12 മുതൽ 24 മണിക്കൂർ വരെ, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരു ദിവസം എടുത്തുകൊണ്ട് തന്നെ ആ ഒരു പ്രൊസീജിയർ നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് കണ്ടിന്യൂവൽ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ പഠിച്ചത്. ഹീമോ ഡയാലിസിസ് പഠിച്ചു, പെരിറ്റോണിയൽ ഡയാലിസിസ് പഠിച്ചു, കണ്ടിന്യൂവസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി പഠിച്ചു. ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് അല്ലെ. നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് വഴി കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നത് വഴി കിട്ടുന്നത്? The following steps can help to increase the effectiveness of your dialysis treatment. ഇനിയിപ്പോ ഒരു ഡയാലിസിസ് നമ്മൾ ചെയ്തു, നമ്മളൊരു പേഷ്യന്റ് ആണ്, അപ്പൊ ആ പേഷ്യൻസ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആ ഡയാലിസിസ് ചെയ്യുന്നത് എഫക്റ്റീവ്. അപ്പൊ നമ്മൾ എന്തൊരു ട്രീറ്റ്മെന്റ് എടുത്താലും എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് നമുക്ക് ഫലിക്കണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ചിലപ്പോ എന്തൊക്കെ ചെയ്യുന്നതായിട്ട് വരും, നമ്മൾ ആ ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഭക്ഷണക്രമത്തിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഡോക്ടർ കൊടുക്കുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ശരിയായിട്ട് പാലിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നതിന് എന്തുണ്ടാവുള്ളൂ, ഫലം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്താണ് ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നതിന് എഫക്റ്റ് എത്രത്തോളം അത് എന്താണ് നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തുന്നുണ്ട് എന്നത് അത് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഫലം കൂട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു റിസൾട്ട് കിട്ടാൻ, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഷ്യൻസ് അതെന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ആണ് complete the treatment as per to the recommended schedule അല്ലെ. അപ്പൊ ഓരോ ഡോക്ടേഴ്സും നമുക്ക് ഇത്ര നാൾ അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ഒരു ഡയാലിസിസ് ഓരോ പേഷ്യന്റും ചെയ്യണം, അതുപോലെ ഇന്ന മെഡിസിൻസ് ഇവർ കറക്റ്റ് ആയിട്ട് കഴിക്കണം, ഇത്ര ടൈമിൽ ഇത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ അധികം റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ആയിട്ട് നമുക്കത് അവർ ഡോക്ടേഴ്സ് തരുന്നുണ്ട്. ഓരോ പേഷ്യൻസിനും അവരുടെ കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആ ഒരു റെക്കമെൻഡഡ് ഷെഡ്യൂൾ ഡോക്ടർ നൽകുന്ന ആ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നിർദ്ദേശത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇപ്പൊ 2 പ്രാവശ്യം, ഇപ്പൊ ഒരു 5 പ്രാവശ്യം ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവർ 2 പ്രാവശ്യം ചെയ്തിട്ട് നിർത്തിയാല് അവർക്ക് അതിന്റെ ഒരു എഫക്ട് കിട്ടോ, അതിനൊരു ഫലം കിട്ടോ? ഇല്ല. അപ്പൊ അവർ 5 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്, 5 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ, അതിന്റെ റിസൾട്ട്, ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഏതൊരു പേഷ്യന്റിന്റെയും കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ എന്തൊക്കെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ റെക്കമെൻഡേഷൻ നിർദ്ദേശങ്ങളാണ് അവരുടെ ആ രോഗാവസ്ഥയുമായിട്ട് അനുസരിച്ച് നൽകുന്നത്, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് എബൌട്ട് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. എബൈഡ് എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ അല്ലെ. നമ്മുടെ ഡയറ്ററി മാനേജ്മെന്റ് പഠിച്ച ഡയറ്ററി സർവീസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ പേഷ്യന്റിന്റെയും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്താണ് ഡയറ്റീഷ്യൻസ് ഡയറ്റ് പ്ലാനുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഡയറ്റീഷ്യൻസ് ഡയറ്റ് പ്ലാനുകൾ നിർമ്മിച്ച് നൽകിയാൽ മാത്രം മതിയോ? ഇല്ല. ആ പേഷ്യന്റ് എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെയും എന്താണ് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനും ഏത് ഡയറ്റ് ആണ് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് പാലിക്കേണ്ടതായിട്ടുള്ള ഡയറ്റ് ഏതാണ് നമ്മൾ പഠിച്ചല്ലോ. ഏതായിരുന്നു ഡയറ്റ്? യെസ്, വെരി ഗുഡ്, റീനൽ ഡയറ്റ് അല്ലെ. റീനൽ ഡയറ്റ് ആണെങ്കിൽ കിഡ്നി ഡയറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് പോലെയുള്ളവ ഡയറ്റീഷ്യൻസ് ഓരോ ഡയറ്റ് പ്ലാനുകൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് പരിശീലിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഡയറ്റീഷ്യൻസ് നൽകുന്ന ഓരോ ഡയറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ അവര് നൽകുന്ന ഓരോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, ഈറ്റിംഗ് പ്ലാനുകൾ എന്ത് ചെയ്യുക, അനുസരിക്കുക. ആ അവർ നൽകിയിരിക്കുന്ന ഏത് പ്ലാനാണോ, ഈറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഏത് ഡയറ്റ് ആണെന്ന് അവർ ഡയറ്റീഷ്യൻസ് ആ ഒരു പേഷ്യൻസിന് നൽകിയിരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ട് അവരതിനെ എന്ത് ചെയ്യുക, ആ ഒരു ഈറ്റിംഗ് പ്ലാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അതുവഴി അവർക്ക് കുറേയധികം ബെറ്റർ ആയിട്ട് അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു ഡയറ്റ് ചെയ്യുന്നതിന് കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലേ. അതാണ് രണ്ടാമത്തതായിട്ട് പറഞ്ഞത്. മൂന്നാമത്തതായിട്ട് വരുന്ന പോയിന്റ് എന്താ, ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത്
ആൻഡ് ഹാർട്ട് ഹെൽത്ത്. എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു പേഷ്യന്റ്, അവിടെ ഓരോ പേഷ്യൻസിനും വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ചിലർക്ക് എന്താണ് അത്രയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല, ചിലർക്ക് എന്തെങ്കിലും വളരെ സിവിയർ ആയിട്ട് ഇരിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നതിനനുസരിച്ച് അവർക്ക് പറ്റാവുന്ന, അവരുടെ എന്താണ് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള, അവർക്ക് സാധ്യമായിട്ടുള്ള എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ചിലർക്ക് എന്താണ് എന്തെങ്കിലും എക്സസൈസുകളോ കാര്യങ്ങളോ പോലെയുള്ളതൊക്കെ പറയുന്നുണ്ടാവും ഡോക്ടേഴ്സ്. അപ്പൊ അങ്ങനെ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സാധ്യമായിട്ടുള്ളത് മാത്രം ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ എല്ലാം അങ്ങോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് അതിനനുസരിച്ച് അവർക്ക് സാധ്യമായിട്ടുള്ള എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് ചെയ്യുക. അത് ചെയ്യുന്നത് വഴി എന്താണ് ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ബലം, അവരുടെ ആ ശരീരത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അവർക്ക് സാധ്യമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, communicate with dialysis provider and pharmacist about any medications, supplements of herbal products you are taking or are considering starting. എന്താണ് നമ്മുടെ ആ ഒരു ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെ, ഡയാലിസിസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഡയാലിസിസ് ചെയ്ത് തരുന്ന ആളുകൾ, കാരണം ഡയാലിസിസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫാർമസിയിലുള്ള ഫാർമസിസ്റ്റുകളുണ്ട് അല്ലെ, ഫാർമസിയിൽ നമ്മുടെ മെഡിസിൻസ് തരുന്ന ആളുകളുണ്ട്. അവരുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തിനെ പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്, ആ നമുക്ക് തരുന്ന ഓരോ മെഡിസിൻസും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കഴിക്കേണ്ടത്, പിന്നെ അതുപോലെ ഏത് ടൈമിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹെർബൽ പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെ. ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻസ് ആണ് ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ആ ഹെർബൽ പ്രൊഡക്ട്സിന്റെ സപ്ലിമെന്റ്സ്, ആ ഹെർബൽ പ്രൊഡക്റ്റ് പോലെയുള്ളതിന്റെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ എന്താണ് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ല അതുപോലെ തന്നെ എന്താ, നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ആ ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോടും അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനോടൊക്കെ കമ്മ്യൂണിക്കേഷൻസ് നടത്താവുന്നതാണ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ആയിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഏതൊക്കെ ടൈമിലാണ് മെഡിസിൻസ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്, എത്ര ടൈമിൽ ഇന്നത് കഴിക്കണം, ഏത് ടൈമിലാണ് ഇന്നത് കഴിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അതുവഴി നമുക്ക് ആ ഒരു പ്രൊസീജിയർ, ആ ഒരു ഫലം കൂട്ടാനായിട്ട് സാധിക്കില്ലേ. നെക്സ്റ്റ് എന്താ, ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അല്ലെ. ആ ഒരു ഡയാലിസിസ് ടീം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡയാലിസിസ് പ്രൊസീജിയർ ആരൊക്കെയാ കൂടി ചേർന്നാണോ ചെയ്തു തരുന്നത്, ആ ഒരു ടീം മൊത്തത്തിൽ ഒരു ഡയാലിസിസ് ടീമാണ്. വിത്ത് അബൌട്ട് എനി ആൻസൈറ്റി അല്ലെ. ചിലവർക്ക് എന്താണ്ടാവുക, ആ ഒരു ഡയാലിസിസ് ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാവും അല്ലെ. എങ്ങനെയായിരിക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്, അതുവഴി നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും അല്ലെ ആ ഒരു ചെയ്യുന്ന പേഷ്യൻസിന്. അപ്പൊ അവരെന്ത് ചെയ്യണം, ആ ഒരു ഡയാലിസിസ് ടീം, ആ ഡയാലിസിസ് അവരെന്താണ് കുറെ വർഷങ്ങളായിട്ട് അവർ ആ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്. ആ ഒരു ടീം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന പ്രൊഫഷണൽ ടീമുകളാണ്. അപ്പൊ അവരോട് നമുക്കൊന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആ പേഷ്യന്റിന് ഓരോരുത്തർക്കും എന്തൊക്കെ ആൻസൈറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കുന്നത് അവിടെ എന്താണ് അവരുടെ ആ ഒരു കണ്ടീഷനെ കുറച്ചുകൂടി റിലാക്സ് ചെയ്യാനും അവർക്ക് ആ ഒരു പ്രൊസീജിയർ നല്ല രീതിയിൽ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അത് സഹായിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡയാലിസിസ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫലപ്രാപ്തി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ്. ഇത് ആരാ ചെയ്യേണ്ടത്, പേഷ്യൻസ് ആണ് ചെയ്യേണ്ടത്. കാരണം എന്താ, ആ ഒരു ട്രീറ്റ്മെന്റ് ഡോക്ടർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല, അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കണം, ആ ഒരു പേഷ്യന്റ് വിചാരിച്ചാലല്ലേ ആ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് റെക്കമെൻഡേഷൻ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡയറ്റീഷ്യൻസ് കൊടുത്തിരിക്കുന്ന ഡയറ്റ് പ്ലാനുകൾ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈറ്റിംഗ് പ്ലാനുകൾ കറക്റ്റ് ആയിട്ട് അനുസരിച്ച് എന്താണ് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർക്ക് പോസിബിൾ, അവർക്ക് സാധ്യമായിട്ടുള്ള ഏതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ട് അവരുടെ ഹാർട്ട് ഹെൽത്തിനെ അതുപോലെ തന്നെ എന്താണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത്
അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, നമ്മള് ഡയാലിസിസ് പ്രൊവൈഡേഴ്സ് ആയിട്ടും അതുപോലെ ഫാർമസിസ്റ്റുകളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ വെത്തണം. എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്താണ്, ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഹെർബൽ പ്രൊഡക്ട്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെയാണ് പുതിയതായിട്ടുള്ള ഹെർബൽ പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പുതിയ മെഡിക്കേഷൻസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. രണ്ടാമത് ലാസ്റ്റ് പറഞ്ഞ എന്താ, മറ്റ് ഡയാലിസിസ് ടീമുമായിട്ട്, ആ ഒരു ഡയാലിസിസ് ടീം എന്ന് പറഞ്ഞ പ്രൊഫഷണൽസ് ആണ് അല്ലെ, അവർ വർഷങ്ങളായിട്ട് ആ ഒരു സെയിം പ്രൊസീജിയേഴ്സ് ചെയ്തിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരോട് നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടെങ്കിലോ അതുപോലെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കുറേയധികം ടെൻഷൻസ് ആ ഒരു ചെയ്യുന്ന പേഷ്യൻസിന് ഉണ്ടാവാം. അപ്പൊ അവർക്ക് എന്താണ്, ആ ഒരു ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആൻസൈറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് അത് സഹായിക്കുന്നു. അപ്പൊ അതുവഴി എന്താണ്, നമുക്ക് ആ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാനായിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ സാധിക്കും. ക്ലിയർ ആയോ അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞത്? നെക്സ്റ്റ് ആണ് ആഫ്റ്റർ എഫക്ട്സ്. ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതൊരു പ്രൊസീജിയർ ചെയ്താലും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പൊ അതാണ് ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നത്. നോക്കി, ബോത്ത് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് എഫക്ട്സ് അല്ലെ. രണ്ട് തരത്തിലുള്ള ഡയാലിസിസുകൾ, അതായത് പ്രധാനമായിട്ടും ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും ആണ് നമുക്ക് പഠിക്കാൻ. അതിനാണ് കൂടുതലായിട്ടും എന്ത് സൈഡ് എഫക്ട്സുകൾ കണ്ടുവരുന്നത്. It can also be difficult to tell surely whether it is symptom is because of dialysis or the kidney failure that is also affecting the body. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ട് തരത്തിലുള്ള ഡയാലിസിസ് ചെയ്താലും അവിടെ എന്തുണ്ട്, സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അത് ഡിഫിക്കൽട്ട് ആണ്. അതായത് ഇത് ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവരുടെ കിഡ്നി ഫെയിലിയറിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു സിംറ്റം അല്ലെങ്കിൽ ഈ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നത് എന്നുള്ളത് എന്താണ് ഷുവർ ആയിട്ട് നമുക്കത് എടുത്തു പറയാനായിട്ട് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. Some of the most common after effect the people tell of എന്തൊക്കെയാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഓൾറെഡി HD ചെയ്തവരായിരിക്കാം അല്ലെങ്കിൽ PD ചെയ്തവരായിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെ കുറച്ച് പേഷ്യൻസ് പറഞ്ഞിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സൈഡ് എഫക്റ്റുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്? ഏതൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിലും, ഇവിടെ നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് സൈഡ് എഫക്റ്റുകൾ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്, HD ആണെങ്കിലും PD ചെയ്താലും ഒക്കെ രണ്ടിനും സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഒന്നില്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ അതൊരു അവരുടെ ആ ഒരു കിഡ്നി ഫെയിലിയറിന്റെ ഭാഗമായിട്ട് വന്നതാണോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സിംറ്റംസ് രണ്ടിനും ഒരുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഓരോ ചെയ്ത പേഷ്യൻസ് പറഞ്ഞിരിക്കുന്ന കുറച്ച് സൈഡ് എഫക്റ്റുകളാണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, HD അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന കുറച്ച് സൈഡ് എഫക്റ്റുകളാണ് പറയുന്നത്. ഹീമോ ഡയാലിസിസ് HD എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അല്ലെ. ഹീമോ ഡയാലിസിസ് PD എന്തായിരുന്നു, എന്താണ് PD എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് അല്ലെ. ഓക്കെ, HD എന്താണ്, ഹീമോ ഡയാലിസിസ്, PD പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, HD എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കി, HDയുടെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ അസസ് സൈറ്റ്. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ അസസ് സൈറ്റ്, ദാറ്റ് ഈസ് എൻട്രൻസ് പോയിന്റ് അല്ലെ. വാസ്കുലാർ അസസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഏതാണോ ബ്ലഡ് വെസലിൽ ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതിന് അല്ലെ, അവിടെയാണ് ഒരു എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എൻട്രൻസ് പോയിന്റ് ആണ് ഈ വാസ്കുലാർ അസസ് സൈറ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. അവിടെ എന്തെങ്കിലും സ്റ്റോപ്പേജുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുക. അപ്പൊ അവിടെ എന്താണ്, എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ടുകൾ പോലെയോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പണിംഗ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ ആ ഡയാലിസിസ് എന്താണ്, ബ്ലഡിനെ നമുക്ക് ഇങ്ങോട്ട് മെഷീനിലേക്ക് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാനായിട്ട് എടുക്കാനും പറ്റില്ല, തിരിച്ചതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ആ ബോഡിയിലേക്ക് സെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും തടസ്സങ്ങൾ ആ ഒരു വാസ്കുലാർ അസസ് സൈറ്റുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണെങ്കിൽ അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റോപ്പേജ് എന്ന് പറയുന്ന തടസ്സങ്ങൾ ഉണ്ടാവുക കേട്ടോ. അപ്പൊ സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ അസസ് സൈറ്റ് ഇത് ഒന്നാമത്തെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നു. രണ്ടാമത്തത് മസ്കുലാർ സ്പാസം.
എന്താണ് മസ്കുലാർ സ്പാസം? നമ്മുടെ പേശികളിൽ ഉണ്ടാവുന്ന രോഗാവസ്ഥ, പേശി രോഗാവസ്ഥ എന്നതാണ് മലയാളം. പേശി രോഗാവസ്ഥ അതായത് മസിൽസ്, നമ്മുടെ ആ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന മസിൽസിന് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ എന്തിന്റെയാണ്? ഡയാലിസിസ് ചെയ്യുന്നതിന്റെ സൈഡ് എഫക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഹീമോ ഡയാലിസിസ് ചെയ്താൽ ഒന്നാമത്തേത് ഉണ്ടായത് എന്താണ്? വാസ്കുലാർ അസോസൈറ്റുകൾ അല്ലെ, ആ വാസ്കുലാർ അസോസൈറ്റുകള് സ്റ്റോപ്പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുന്നത് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് ആ ഭാഗത്തുള്ള മസിൽസിൽ എന്തെങ്കിലും രോഗാവസ്ഥ അല്ലെങ്കിൽ പേശികളുടെ രോഗാവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്, അത് രണ്ടാമത്തെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നു. മൂന്നാമത്തെ പറഞ്ഞേ ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ അല്ലെ. ഇവിടെ എന്താണ്? ബ്ലഡ് പ്രഷർ കുറയുകയാണോ കൂടുകയാണോ? ഹൈപ്പോ എന്ന് പറയുമ്പോൾ ലോ BP ആണ് അല്ലെ. വെരി ഗുഡ്, ലോ BP ആണ്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ കുറയലും, ഹൈപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുകയാണ്. അപ്പൊ ഇവിടെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു, ലോ ആയിട്ട് വരുന്നു അല്ലെ, കുറയുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താ? വീക്ക്നെസ് എന്താ? നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക അല്ലെ. ചിലർക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ആയിരിക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഡിസിനെസ്, എന്താണ് ഡിസിനെസ്? തലകറക്കം ഉണ്ടാവാറുണ്ട് ചിലർക്ക്. ഓർനോസിയ, ഓക്കാനം ഉണ്ടാവാറുണ്ട്. വീക്ക്നെസ് എന്താണ്? ക്ഷീണം ഉണ്ടാവാറുണ്ട്. ഡിസിനെസ് തലകറക്കം ഉണ്ടാവാറുണ്ട് ചിലർക്ക്. നോസിയ എന്താണ്? ഓക്കാനം പോലെയുള്ളവ ഉണ്ടാവാറുണ്ട്. ബ്ലഡ് ലോസ്, ചിലപ്പോ എന്താണ്? ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്ന ആ മുറിവിലൂടെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. ഇതൊക്കെ ആ ഒരു ട്രീറ്റ്മെന്റ് HD അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന സൈഡ് എഫക്റ്റുകളാണ്. ഇതൊക്കെയായിരുന്നു വാസ്കുലാർ അസോസൈറ്റുകളിൽ സ്റ്റോപ്പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ദെൻ മസ്കുലാർ സ്പാസം അല്ലെങ്കിൽ പേശി രോഗാവസ്ഥകൾ, പേശിയുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ദെൻ ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP കുറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. വീക്ക്നെസ് അല്ലെങ്കിൽ എന്താ? ഡിസിനസ് പോലെ തലകറക്കോ നോസിയ ഓക്കാനൊക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ ബ്ലഡ് ലോസ് അല്ലെങ്കിൽ ബ്ലഡ് നഷ്ടമാകുന്ന അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ HD അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നത് വഴി പല പേഷ്യൻസ് എല്ലാ പേഷ്യൻസിനും ഈ ഒരു സെയിം സിംറ്റംസ് തന്നെ വേണമെന്നില്ല കേട്ടോ. ചിലർക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടായെന്ന് വരില്ല. ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് സിംറ്റംസിൽ വ്യത്യാസം വരാം. അപ്പൊ ഇത്രയും മേജർ ആയിട്ടുള്ള കോമൺ സിംറ്റംസ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തതാണ് PD അല്ലെ, പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് വഴി എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത് നോക്കി. ഫസ്റ്റ് വൺ ആണ് ഹെർണിയ. ഹെർണിയ എന്താണ്? ഹെർണിയ കേട്ടിട്ടുണ്ടോ? ഹെർണിയ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിചയമുള്ള ആർക്കെങ്കിലും ഒക്കെ ഹെർണിയയുടെ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? പരിചയമുണ്ടോ ഹെർണിയ എന്ന് പറയുന്ന ഒരുപാട് കേട്ട്? ഉണ്ട് അല്ലെ. അപ്പോ ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെർണിയ ഇസ് എ വീക്ക്നെസ് ഇൻ യുവർ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഹെർണിയ എന്ന് പറഞ്ഞാല്? ആർക്കെങ്കിലും വയറിനുണ്ടാകുന്ന ഒരു മുഴയാണ് അല്ലെ. അതായത് ആ മുഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് നമ്മുടെ ഹെർണിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ആ വയറിന്റെ ഭാഗത്തുള്ള മസിൽസിൽ വരുന്ന പേശികൾ ദുർബലമാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഹെർണിയ വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽസ്, അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അബ്ഡോമനിൽ കുടലിറക്കം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ ആ ഒരു ഹെർണിയ എന്ന് പറയുന്ന വേർഡിനെ പറയാം, കുടലിറക്കം എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിലെ നമ്മുടെ വയറിന്റെ ഭാഗത്തുള്ള പേശികളിലെ അല്ലെങ്കിൽ മസിൽസിലെ അതെന്ത് ചെയ്യുന്നു? അത് വീക്കായിട്ട് പോകുന്നു, അത് ദുർബലമായിട്ട് പോകുന്നു. അവിടുത്തെ ആ ഭാഗത്തെ മസിൽസ് ദുർബലമാകുമ്പോൾ എന്താ? ഓഫൺ പ്രസന്റിങ് ആസ് എ ലംബ്, അതൊരു മുഴ പോലെയോ അല്ലെങ്കിൽ എന്താ ഇൻഫെക്ഷൻസ് വന്നിട്ട് സ്വളം ചെയ്ത് നിൽക്കില്ലേ, വീർത്ത് നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, അങ്ങനെയൊക്കെ കാണപ്പെടുന്നു. അതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു മസിൽസ് വീക്ക് ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും കുമ്പിട്ടോ തീർന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഭാരപ്പെട്ട ജോലികളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വയറിനുള്ളിലുള്ള ഇപ്പൊ പെൺകുട്ടികൾ അങ്ങനെയുള്ള എന്താണ് വയറിനുള്ളിലുള്ള ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ഒരു മസിൽസിന്റെ സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് തള്ളി വരുന്ന ആ ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. കുടലിറക്കം എന്നും, അതുകൊണ്ടാണ് അതിനെ ഒരു കുടലിറക്കം എന്നൊക്കെ ഉള്ള ഒരു ടേം കൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോ അബ്ഡോമിനൽ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ വയറിനുള്ളിലെ പേശികളുടെ എന്താണ് അതിന്റെ ആ ഒരു ദൃഢത അല്ലെങ്കിൽ ആ പേശിയുടെ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്ന അവസ്ഥ, അത് വീക്കാവുന്ന ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ? ലംസ് പോലെ, എന്താണ് മുഴകൾ പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ സ്വളനായിട്ട് നീര് വെച്ച് നമ്മൾ വീർക്കുന്ന ആ ഒരു അവസ്ഥയിലെ ആ ഒരു പോലെയൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. അതാണ് ഹെർണിയ. അപ്പൊ PD അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ഹെർണിയ ഉണ്ടാവുന്നുണ്ട് പേഷ്യൻസിന്. അപ്പൊ ഈ PD എന്തുകൊണ്ടാണ് അത് വയറുമായിട്ട് ബന്ധപ്പെട്ടായി വരുന്നത്? എന്തുകൊണ്ടാണ് വയറുമായി ബന്ധപ്പെട്ട് വരുന്നത്? കാരണം എന്താ? PD എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് ഏത് ഏരിയയിലാണ് PD ചെയ്യുന്നത്?
അബ്ഡോമിനൽ ഏരിയ, വെരി ഗുഡ്. അബ്ഡോമിനൽ ഏരിയയിലാണ് നമ്മൾ ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സൈഡ് എഫക്ട് ആ ഒരു ഏരിയയിലല്ലേ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ് ഹെർണിയ ആ ഒരു ഭാഗത്ത് വരുമ്പോ എന്താണ് ഹെർണിയ എന്ന് പറയുന്ന ഒരു സൈഡ് എഫക്ട് ഉണ്ടാവാനായിട്ടുള്ള മേജർ കാരണം. രണ്ടാമത്തത് വെയിറ്റ് ഗെയിൻ അല്ലെ. എന്താണ് വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാല് എന്താണ് വെയിറ്റ് കൂടുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് ആ പേഷ്യൻസിന്. രണ്ട് പ്രധാനമായിട്ട് കോമൺ ആയിട്ട് കാണുന്ന രണ്ട് സിംറ്റംസ് ആണ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ആണ് ഹെർണിയയും വെയിറ്റ് ഗെയിനും. വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് എന്താ ഹീമോ ഡയാലിസിസ് ചെയ്തിട്ടും അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്തവർക്കും ഒക്കെ ഉണ്ടാവുന്ന പ്രധാനമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് സൈഡ് എഫക്ട്സുകൾ എന്ന് പറയുന്നത്. ഓരോ പേഷ്യൻസിനും ഇത് വ്യത്യസ്തമായിരിക്കും അവർക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഈവൻ ദോ ദിസ് ആഫ്റ്റർ എഫക്ട്സ് മേ സൗണ്ട് ടെറിഫൈങ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ആഫ്റ്റർ എഫക്ട് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് പേടിയാവുന്നില്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് ഒരു സൗണ്ട് ടെറിഫൈങ് ആണ് അല്ലെ. നമുക്ക് പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഹെർണിയ ഉണ്ടാവുന്നു എന്നൊക്കെ നമുക്ക് ആ ഒരു പേഷ്യന്റിന് കേൾക്കുമ്പോൾ എന്താണ് അവർക്ക് ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ്. എന്നാൽ കൂടി they should be compared to the risk that arise from continuing to live with untreated kidney failure. പക്ഷെ എന്താണ് അങ്ങനെ ആ ഒരു പേടിപ്പെടുത്തുന്നത് ഉണ്ട് എന്നുള്ളത് സൈഡ് എഫക്ട് ഇത്രയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കിഡ്നി ഫെയിലിയർ വന്നവര് ഒരു ട്രീറ്റ്മെന്റ് നടത്താതെ ഇരുന്നാലോ അതെന്താണ് അതിൽ കൂടുതൽ റിസ്ക് അവരനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചില സൈഡ് എഫക്റ്റുകൾ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. ചിലവർക്കൊക്കെ അവരുടെ ആ ഒരു ഹെൽത്തി കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ചിലവർക്ക് ചെറിയതായിട്ടുള്ള സിംറ്റംസ് സൈഡ് എഫക്ട്സ് ഉണ്ടാവുള്ളൂ. ചിലർക്ക് അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് മാറാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പേടിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും എന്താണ് നമ്മൾ അത് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാതിരുന്നാൽ അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എപ്പോഴും എന്താണ് ബെറ്റർ ആയിട്ട് നമുക്ക് എപ്പോഴും എന്താണ് ചെയ്യേണ്ടി വരും? ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് സൈഡ് എഫക്ട്സുകൾ ഓരോരുത്തരിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഡയാലിസിസുകൾ ചെയ്യുന്നത് എന്താണ്? ഹോസ്പിറ്റലുകളിലാണ് അല്ലെ. അപ്പൊ ഇവിടെ ഡയാലിസിസ് സെന്റേഴ്സിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ നമ്മള് ഡയാലിസിസുകൾ അല്ലെ. അപ്പൊ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patients with renal failure. എന്താണ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കിഡ്നി സംബന്ധമാണ് അല്ലെ. കിഡ്നി ഫെയിലിയർ സംഭവിച്ച പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള സ്ഥാപനമാണ്, ക്ലിനിക്സ് പോലെയുള്ള ഒരു സ്ഥാപനമാണ് എന്ത് ഡയാലിസിസ് സെന്ററുകൾ എന്ന് പറയുന്നത്. സംടൈംസ് പേഷ്യൻസ് വിത്ത് നോർമൽ റീനൽ ഫങ്ഷൻസ് ഓൾസോ നീഡ് ഹീമോഡയാലിസിസ് ലൈക്ക് പേഷ്യൻസ് വിത്ത് സം പോയിസണിങ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പാമ്പ് കടിയേറ്റാൽ അതുപോലെ എന്തെങ്കിലും പോയിസണിങ് ഒക്കെ സംഭവിച്ച് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? നോർമൽ ആയിട്ട് റീനൽ ഫങ്ഷൻ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു പേഷ്യന്റ് ആയിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും അവർക്ക് ഇങ്ങനെയുള്ള പോയിസണിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു കിഡ്നിയുടെ ഫങ്ഷൻസ് കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ആയി പോകും. അപ്പൊ ആ സമയത്ത് ചിലവർക്ക് നോർമൽ ആയിട്ടുള്ള റീനൽ ഫങ്ഷൻ ഉള്ളവർക്ക് പോലും എന്ത് ചെയ്യണം? ചില സമയങ്ങളിൽ ഹീമോ ഡയാലിസിസ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. The dialysis center may act either on both inpatients and outpatients, relying on their medical facility type. അല്ലെ. അപ്പൊ നമ്മുടെ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് either രണ്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇൻപേഷ്യൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഔട്ട് പേഷ്യന്റ് ആയിട്ടോ. ഒന്നില്ലെങ്കിൽ ഇൻപേഷ്യന്റ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടായിട്ടും ഒരുമിച്ച് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഡയാലിസിസ് സെന്ററിൽ എങ്ങനെയാണ്? ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ ചിലവർക്ക് കുറച്ച് സമയം അധികം നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അല്ലെ. ചിലർക്ക് അവിടെ എന്താ ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താമസിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം. ചിലവർക്കാണെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആയിരിക്കും. അവരെന്ത് ചെയ്യും? വന്ന് അവരുടെ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ടാവാം. കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ട് താമസിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. ആ രണ്ടുപേരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ ആ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, ഏത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അവരെടുക്കുന്നത് എന്നതിന്റെ ബേസിസിൽ രണ്ട് പേഷ്യൻസിനെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡയാലിസിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്. അതുപോലെ തന്നെ ഈ വരുന്ന പേഷ്യൻസിന് സെൽഫായിട്ട് സ്വന്തമായിട്ട് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ് ടു ഹീമോ ഡയാലിസിസ് അല്ലെ. അതായത് ഹീമോ ഡയാലിസിസ്
ചെയ്യുന്നത്. ഇപ്പൊ ഹീമോ ഡയാലിസിസ് നമുക്ക് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഡയാലിസിസ് സെന്റേഴ്സിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രത്യേകമായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും ആവശ്യമാണ്. അപ്പൊ അതല്ലാതെ പെരിറ്റോണിയൽ ഡയാലിസിസ് അതുപോലെയുള്ള സെൽഫ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഓരോ പേഷ്യൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ട് അവർക്ക് അതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് എങ്ങനെയാണ് അത് സ്വന്തമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ ഈ ഡയാലിസിസ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരുന്നു ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്? റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ സംഭവിച്ച പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്സ് പോലുള്ള സ്ഥാപനമാണ് ഡയാലിസിസ് സെന്ററുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ് പേഷ്യൻസ് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള റീനൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കിഡ്നി ഫങ്ഷൻസ് ചെയ്യുന്നതായിട്ടുള്ള ഒരാൾക്കാണെങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും പോയിസണിങ്ങുകളൊക്കെ വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ പാമ്പുകടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ ആ ഒരു കിഡ്നി ഫങ്ഷൻസ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആയി പോവാം. അപ്പൊ ആ സമയത്ത് നോർമൽ ആയിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കാം, എന്നാൽ കൂടി അവർക്ക് ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഹീമോ ഡയാലിസിസ് പോലെയുള്ളവ ചില സമയങ്ങളിൽ ആവശ്യമായിട്ട് വന്നേക്കാം. ഡയാലിസിസ് സെന്റർ either or both ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ആണ് അല്ലെ. ഇൻപേഷ്യന്റും ആണ് ഔട്ട് പേഷ്യന്റും ആണ്. അതായത് ഇൻപേഷ്യന്റ് ആയിട്ട് അവിടെ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ചിലവർക്ക് 1 or 2 ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവരെങ്ങനെയാണ് വീട്ടിൽ പോയി തിരിച്ചു വന്ന് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് അവർ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നു. ചിലരാണെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആയിരിക്കും, അവരെന്ത് ചെയ്യുന്നു, വന്ന് ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് അവര് വന്നിട്ടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ടാവാം. അപ്പൊ അവര് രണ്ടുപേരെയും ബോത്തായിട്ട് രണ്ടുപേരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെന്ററാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏത് ട്രീറ്റ്മെന്റ് ആണ് അവർ ആ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിരിക്കും അത്. ആൻഡ് വി പ്രൊവൈഡ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ് ടു ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് മാത്രമല്ല ഈ ഒരു ഡയാലിസിസ് സെന്ററിൽ ചെയ്യുന്നത്, മറിച്ച് പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഡയാലിസിസ് സെന്ററിനെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഈ ഡയാലിസിസ് സെന്റർ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചു. മിസ്സേ, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്? അപ്പോൾ കോള് കട്ടായി. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡയാലിസിസ് മെഷീൻ ഒന്നും പ്രധാനമായിട്ടും ഒരു ഡയാലിസിസ് മെഷീൻ നമ്മുടെ സഹായം വേണ്ട. എന്താണ് ഫോർ ദ കൈൻഡ് ഓഫ് ഡയാലിസിസ് അവിടെ എന്താണ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇവിടെ ഒരു നമ്മുടെ അബ്ഡോമനിലെ നമ്മുടെ അബ്ഡോമന്റെ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ലൈനിങ് അല്ലെങ്കിൽ അവിടുത്തെ ആ മെംബ്രെയിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ആ പെരിറ്റോണിയം ആണ് അവിടെ ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പെരിറ്റോണിയം ആണ്. അതുകൊണ്ടാണ് അവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നുള്ള പേര് വന്നിരിക്കുന്നതും കൂടി അതുകൊണ്ട് തന്നെയാണ്. ഈ ആ പെരിറ്റോണിയൽ ഡയാലിസിസിൽ ഒരു മൈനർ സർജറീസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു അബ്ഡോമിനൽ അല്ലെങ്കിൽ ബെല്ലി ഏരിയയിൽ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യും. ആ കത്തീറ്ററിലൂടെ ഡയലൈസേറ്റ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, ആ ബെല്ലി ഏരിയയില് ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, കുറച്ച് മണിക്കൂറുകൾ ആ ഒരു ഡയലൈസേറ്റ് ഫ്ലൂയിഡ് ആ ഒരു ബെല്ലി ഏരിയയിൽ തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ കിടത്തിയിരിക്കും, അവിടെ സൂക്ഷിച്ചിരിക്കും, കീപ്പ് ചെയ്യും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിറ്റോണിയൽ എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിന് പുറത്തുകൂടെ ബ്ലഡ് വെസൽസ്, നമ്മുടെ ബോഡിയിലെ ഏത് ഭാഗത്തു കൂടെയും ബ്ലഡ് വെസൽസ് പോകുന്നില്ലേ, അപ്പൊ ആ വഴി പോകുന്ന ബ്ലഡ് വെസൽസിലുള്ള എന്താണ് വേസ്റ്റുകൾ അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ പെരിറ്റോണിയത്തിനുള്ളിലുള്ള ആ ഡയലൈസേറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് ആ ബ്ലഡ് വെസൽസിലുള്ള വേസ്റ്റിനെയും ഫ്ലൂയിഡ് മറ്റ് എക്സ്ട്രാ ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്ത് ഈ ഒരു എന്താണ് ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നു. ഇനി ഒരു 2-3 മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ബെല്ലി ഏരിയയിൽ സെയിം കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ ബെല്ലി ഏരിയയിലുള്ള ഡയാലിസിസ് സൊല്യൂഷൻ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നു. ഈ ഒരു പ്രൊസീജിയർ എത്ര വേസ്റ്റുകൾ അവരുടെ ആ ഒരു ബോഡിയിൽ ഓരോ പേഷ്യൻസിനും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കണക്കിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, 1, 2, 3 പ്രാവശ്യമൊക്കെ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് ആ ഒരു സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഇത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാം. അപ്പൊ അത് എന്താണ്, അതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഏതൊക്കെ സപ്ലിമെന്ററി ആയിട്ടുള്ള ഏതൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് എന്നുള്ളതിനനുസരിച്ച് അത് എവിടെയാണോ ലഭ്യമാകുന്നത് അവിടെ വെച്ച് നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും.
ക്ലിയർ ആയോ പെരിറ്റോണിയൽ ഡയാലിസിസ്? ഡയഗ്രാം പറഞ്ഞില്ലല്ലോ, ഡയഗ്രാം എന്താണ് വിഷ്ണുപ്രിയ, ക്ലിയർ ആയില്ല? അതൊരു ചിത്രല്ലേ, ഒരു വയറിന്റെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ഇതാണ്. പെരിറ്റോണിയൽ ലൈനിങ് ഉണ്ട്, ദെൻ പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ആ നമ്മുടെ അബ്ഡോമിന്റെ ഉള്ളിലുള്ള ക്യാവിറ്റിയാണ്. ഇനി അവിടേക്ക് എന്താണ്, ഇവിടെ ഒരു എന്താണ് ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ കത്തീറ്ററിനുള്ളിൽ കൂടെ എന്താണ് ആ ഡയാലിസിസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ കടത്തിവിടുന്നു. അതെന്ത് ചെയ്യുന്നു, പിന്നീട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബാഗ് മാറ്റുകയാണ്. അവിടെ ആ ഒരു കുറച്ച് മണിക്കൂറുകൾ ആ ഒരു ഫ്ലൂയിഡ് അതിനുള്ളിൽ കിടക്കും. അവിടെ ആ എയർ എക്സ്ചേഞ്ച് നടന്നതിന് ശേഷം ഒരു 2-3 മണിക്കൂറുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, മറ്റേ ആ സെയിം ബാഗിലോട്ട് തന്നെ തിരിച്ച് ഔട്ട്ഫ്ലോ നടത്തുന്നു. ഒരു സംശയം, പറഞ്ഞോ വിഷ്ണുപ്രിയ. നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ സാധാരണ മെഷീൻ യൂസ് ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞത്? മെഷീൻ സാധാരണമായിട്ട് മെഷീൻസ് യൂസ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 2-3 ടൈപ്പ് നമ്മൾ പറഞ്ഞല്ലോ. അതില് രണ്ടാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ CCPD തുടങ്ങി നമുക്ക് ചെറിയൊരു ഡയാലിസിസ് മെഷീന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കീമോ ഡയാലിസിസ് ചെയ്യുന്നത് നമുക്ക് വലിയ തരത്തിലുള്ള വലിയ ടൈപ്പ് ഓഫ് മെഷീൻസ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള മെഷീൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു ചെറിയ മെഷീന്റെ സഹായം ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഷോർട്ട് നോട്ട്സ് തരാമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഷോർട്ട് നോട്ട്സ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് വളരെ ഷോർട്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിലിനി നമുക്ക് കൂടുതലായിട്ട് ഇനി ഷോർട്ട് നോട്ട്സ് തരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് പോയിന്റ്സ്, ആപ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിൽ ഷോർട്ട് ആക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ഡയാലിസിസ് സെന്റേഴ്സ് വരെ ക്ലിയർ ആയോ പോയിന്റ്സ്? അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? 3 ടൈപ്പ് ഓഫ് ഡയാലിസിസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 ടൈപ്പ് ഓഫ് ഡയാലിസിസിൽ എന്താണ് ഹീമോ ഡയാലിസിസിന്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ എന്താണെന്നല്ല നമ്മളോട് കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പൊ ഹീമോ ഡയാലിസിസ് നമുക്കറിയാം കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. മോസ്റ്റ് കോമൺ ടൈപ്പ് ഡയാലിസിസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്തിനെയാണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വൺ വേർഡ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലേ വരാറ്. പിന്നെ എന്താണ്, അതുപോലെ തന്നെ ഈ 3 വാസ്കുലർ അസസ് സൈറ്റുകൾ ഏതൊക്കെയാണ്, അത് ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്താണ്. AV സൈറ്റ്, AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് വെസൽസ് നിന്നും ഫോം ചെയ്തിരിക്കുന്ന ഒരു നാച്ചുറൽ അസസ് സൈറ്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താ AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫ്റ്റ്, അവിടെ എന്താണ് ഗ്രാഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഫോളോ ആൻഡ് സിന്തറ്റിക് ട്യൂബ് ആണ് അല്ലെ, ആർട്ടറിനെ മീനിങ് തമ്മിൽ കണക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ വാസ്കുലർ അസസ് കത്തീറ്ററുകൾ അല്ലെങ്കിൽ ലാർജ് വെയിനിൽ ബേസ് ചെയ്തിരിക്കുന്ന ഫ്ലെക്സിബിൾ ട്യൂബ് പോലുള്ള അസസ് ആയിട്ട് എന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ലോങ് ടേം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാണ്. അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, അതിന്റെ ടൈപ്പുകൾ, പ്രധാനമായിട്ടും അതിന്റെ ടൈപ്പിൽ വരുന്നത് ആ എക്സ്പാൻഡഡ് ഫോംസ് എന്തായാലും പഠിച്ചിരിക്കുക. അത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് ആ ഒരു ഭാഗത്ത് നിന്ന്. അതുപോലെ കണ്ടിന്യൂവൽ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്താണ് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. അഡ്വാൻറ്റേജ് ആണോ പറയുന്നത്? ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തായിരുന്നു പറഞ്ഞത്? ആദ്യത്തെ പോയിന്റ് എന്താ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് അല്ലെ. ആദ്യത്തെ ആ ഒരു ട്രീറ്റ്മെന്റുകള് ഇപ്പൊ ഡോക്ടർ എത്രത്തോളം റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഒത്തിരി റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു നിർദ്ദേശം, ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആ ട്രീറ്റ്മെന്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സ് മുഴുവനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ആ ട്രീറ്റ്മെന്റിന്റെ എഫക്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് എന്ത് ചെയ്യണം, ആ ഒരു പേഷ്യന്റ് ആ കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ പൂർത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് അതുവഴി എന്താണ് നമ്മൾ ആ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഫലം എന്ത് ചെയ്യുന്നു നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. രണ്ടാമത് പറഞ്ഞ എന്താ, ഡയറ്റീഷ്യൻസ് നൽകുന്ന ആ ഒരു ഈറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനുകൾ അനുസരിച്ച് ആയിരിക്കണം അവർ എന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കേണ്ടത്. കാരണം എന്താ, ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഇത്ര ഫുഡ് കഴിക്കാൻ പാടുള്ളൂ, അതുപോലെ ഇത്ര അളവില് വാട്ടർ കുടിക്കാൻ പാടുള്ളൂ, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവർ ഡയറ്റ് പ്ലാനുകൾ നിർദ്ദേശിച്ച് നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അടുത്തത്
എന്താണ് അവർക്ക് ഓരോ പേഷ്യൻസിനും അവരുടെ കണ്ടീഷൻ എങ്ങനെയാണോ അവരുടെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് സാധ്യമായിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. സാധ്യമായിട്ടുള്ള എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു സ്ട്രെങ്തും ഹാർട്ടിന്റെ ഹെൽത്തും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്താ ഡയാലിസിസ് പ്രൊവൈഡേഴ്സ് അതുപോലെ ഫാർമസിസ്റ്റുകളുമായിട്ട് അവരുടെ മെഡിക്കേഷൻ എന്തൊക്കെ മരുന്നുകളാണ് തരുന്നത്, ഹെർബൽ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്, അതുപോലെ തന്നെ ഏതാണ് ഹെർബൽ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് ചിലവർ ചിലപ്പോൾ ഈ മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ നമ്മൾ പറയുന്ന അങ്ങനത്തെ മെഡിസിൻസ് എല്ലായിരിക്കും കഴിക്കുക. ചിലർ എന്താണ് ഒറ്റമൂലികളൊക്കെ കഴിക്കാനായിട്ടുള്ള പോവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ളവരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് വേണം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലാസ്റ്റ് പറഞ്ഞത് കൺസിഡറിങ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വെച്ചിരിക്കും നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് എടുത്ത് നോക്കാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണം, എല്ലാത്തിനെയും കുറിച്ച് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള അറിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ട് മാത്രമേ പുതിയ ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ലാസ്റ്റത്തെ എന്താ ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം. ആ ഒരു ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിച്ചത് വഴി നമുക്ക് എന്ത് ചെയ്യാം, അവർക്കുള്ള ആ ഒരു പേഷ്യന്റിനുള്ള ആൻസൈറ്റികള് അതുപോലെ ഇത് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും എന്തൊക്കെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അവരോട് സംസാരിക്കണം. അപ്പൊ അതൊക്കെ വഴി കുറച്ച് എന്താണ് നമ്മൾ ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫലപ്രാപ്തി കൂട്ടാനായിട്ട് സാധിക്കും. മിസ് ഇതില് ഇമ്പോർട്ടന്റ് ഉള്ളത് നോട്ട്സ് തരില്ലേ? ഇമ്പോർട്ടന്റ് ഉള്ളത് നോട്ട്സ് നമ്മൾ സെപ്പറേറ്റ് നോട്ട്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഷോർട്ട് നോട്ട് ഒന്നും തരില്ല കേട്ടോ. ഷോർട്ട് നോട്ട് ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് വളരെ ഷോർട്ട് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് എന്താണ് നിങ്ങൾക്ക് ഇത്രയും ലാബറേറ്ററിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. വളരെ ഷോർട്ട് ആയിട്ട് 1-2 പോയിന്റ് ഓരോന്നിനും കുറച്ച് പോയിന്റ്സ് അല്ലേ പഠിക്കാനുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് ഡയാലിസിസ് സെന്റേഴ്സ് വരെയാണ് എടുത്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒതുങ്ങി എടുക്കാം കേട്ടോ. അപ്പൊ ക്ലിയർ ആയോ? ഇത്രയും എടുത്തത് ക്ലിയർ ആയോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. മോക്ക് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ തരാ. അപ്പൊ അതുപോലെ ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് തരൂ ക്ലാസ്സിന് അവസാനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, thank you. Thank you, ma'am. Okay, miss. Thank you. താങ്ക് യു മിസ്. Thank you.